അന്ന് പെയ്ത മഴയിൽ ഭാഗം 14. കഥയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് എല്ലാം ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. കൂടാതെ കഥ ഇഷ്ടമായാൽ നിങ്ങളുടെ ഒരു ലൈക്കും കമൻറ്റും പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് കഥയിലേക്ക് പോകാം. അവൻ പതിയെ മുഖമുയർത്തി എല്ലാവരെയും നോക്കി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞിരുന്നു. അവൻ പതിയെ ആ ഫോട്ടോയുമായി അവിടെ നിന്ന് ഒരാളുടെ അടുത്തേക്ക് ചെന്നു. ഈ സംഭവം നടന്ന രാത്രി നീ എവിടായിരുന്നെന്നാ പറഞ്ഞേ? ആദിത്യ നിറകണ്ണുകളോടെ ജയദേവനെ സൂക്ഷിച്ചു നോക്കി. എന്താടാ? ജയദേവൻ കാര്യമെന്തെന്നറിയാതെ ആദിത്യനെ നോക്കി. നീ അന്ന് എവിടെയിരുന്നു? ആദിത്യ വീണ്ടും അവനോട് ചോദിച്ചു. അത് നിനക്കറിയാവുന്നല്ലേ, ഞാൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയണോ? ജയദേവൻ മടിയോടെ ചോദിച്ചു. നീ ചോദിച്ചതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. ആദിത്യൻ്റെ ഭാവമാറ്റം കണ്ട് എല്ലാവരും പേടിച്ചു. ഞാൻ പറഞ്ഞല്ലോ, സ്ട്രിറ്റ് ക്ലബിൽ. ജയദേവൻ മടിച്ചു പറഞ്ഞു. ആദിത്യ കൈ നിവർത്തി അവൻ്റെ മുഖത്തിട്ടൊരെണ്ണം കൊടുത്തു. എല്ലാവരും സ്തബ്ധരായി നിന്നു. ക്ലബിൽ ആനന്ദിക്കാൻ പോയ നിന്റെ വാച്ച് എങ്ങനെയാടാ ഈ ഫോട്ടോയിൽ എൻ്റെ പ്രിയേച്ചിയുടെ അടുത്ത് കിടക്കുന്നത്? ആദിത്യ കത്തുന്ന കണ്ണുകളോടെ അവനെ നോക്കി. ജയദേവൻ ആ ഫോട്ടോ വാങ്ങി നോക്കി. ആ ഫോട്ടോയിൽ പ്രിയയുടെ ശരീരത്തിനടിയിൽ ഒരു വാച്ച് പുറംതിരിഞ്ഞ് പകുതി വെളിയിലേക്ക് നീണ്ടു കിടക്കുന്നുണ്ടായിരുന്നു. നിനക്കെന്താ ഭ്രാന്താണോ? ഇതുപോലത്തെ വാച്ച് ലോകത്ത് ഇവന് മാത്രമേ ഉള്ളോ? ജയശങ്കർ ഒച്ച വെച്ചു. ഇത് പിറന്നാൾ സമ്മാനമായിട്ട് ഞാൻ ഇവന് കൊടുത്ത ലക്ഷങ്ങൾ വിലയുള്ള വാച്ചാ. JASP എന്ന് ഇതിൽ എൻഗ്രേവ് ചെയ്തിരിക്കുന്ന വേർഡ്സ് കണ്ടോ? JASP എന്നാൽ ജയദേവ്, ആദിത്യ, സവിത, പ്രിയ. നിന്റെ കയ്യിലിത് കാണാഞ്ഞപ്പോൾ തന്നെ ഞാൻ നിന്നോട് ഇതിനെപ്പറ്റി ചോദിച്ചിരുന്നു. എവിടെയോ വെച്ച് കളഞ്ഞു പോയിന്ന് ഒരു മടിയും കൂടാതെ നീ എൻ്റെ മുഖത്ത് നോക്കി കള്ളം പറഞ്ഞു. ഇനി പറയേ, ഞാൻ നിനക്ക് സമ്മാനിച്ച ഈ വാച്ച് എങ്ങനെ അവിടെ വന്നു? ആദിത്യ ജയദേവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ചു. എനിക്കറിയില്ല. ആരെങ്കിലും എന്നെ ചതിച്ചിട്ടുണ്ടാവും. എന്നെ ഒന്ന് വിശ്വസിക്കപ്പോ. ജയദേവൻ കരഞ്ഞു പറഞ്ഞു. അന്ന് ബോട്ട് ഹൗസിൽ നിന്ന് ഇറങ്ങാൻ നേരം ആ മുഖംമൂടി ധരിച്ചയാൾ ആരോടോ ഫോണിൽ സംസാരിക്കുന്നത് കേട്ടുവെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഫോൺ വിളിച്ച ആൾ പറഞ്ഞത് എൻ്റെ ആങ്ങള ആരോടോ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷയാണത്രേ ഞാൻ അനുഭവിക്കുന്നതെന്ന്. ആ ആരോ ഒരാൾ നീ ആയിരുന്നുവെന്ന് വളരെ വൈകിയാണെങ്കിലും എനിക്ക് മനസ്സിലായി ദേവ. പ്രിയ ജയദേവനെ നോക്കി പറഞ്ഞു. പ്രിയ പറയുന്നത് കേട്ട് ആദിത്യ കണ്ണുമിഴിച്ച് ജയദേവനെ നോക്കി. ഞാൻ എന്ത് തെറ്റാടാ നിന്നോട് ചെയ്തത്? സ്വന്തം കൂടപ്പിറപ്പായിട്ടല്ലേ നിന്നെ ഞാൻ കണ്ടിട്ടുള്ളൂ. എന്നിട്ടും എൻ്റെ പ്രിയേച്ചിയെ നീ. ആദിത്യ ജയദേവനെ തലങ്ങും വിലങ്ങും തല്ലി. പിടിച്ചു മാറ്റാൻ ചെന്ന ജയശങ്കറിനെയും അവൻ വകവച്ചില്ല. തനിക്കൊന്നും അറിയില്ല, തന്നെ ആരോ ചതിച്ചതാണെന്ന് അടികൊള്ളുന്നതിനിടയിലും ജയദേവൻ കരഞ്ഞുകൊണ്ട് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഒടുവിൽ മുത്തശ്ശി ഇടയിൽ കയറി നിന്നപ്പോൾ ആദിത്യൊന്നടങ്ങി. മായ ജയദേവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഏതോ ഒരുത്തി എന്തോ പറഞ്ഞു എന്ന് വെച്ച് എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ തല്ലിക്കൊല്ലണോ? ദേഷ്യം കൊണ്ട് മായ വിറക്കുന്നുണ്ടായിരുന്നു. മകനെ രക്ഷിക്കാൻ നോക്കണ്ട മായൻ്റി. സ്വന്തം അമ്മയെപ്പോലെയാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചത്. സ്വന്തം മകൻ്റെ ശരീരം നൊന്നപ്പോൾ നിങ്ങൾക്ക് വേദനിച്ചു അല്ലേ? ഒരു രാത്രി മുഴുവൻ ഒരു തെറ്റും ചെയ്യാത്ത ഞാൻ മണിക്കൂറുകളോളം അനുഭവിക്കേണ്ടി വന്ന വേദനയുണ്ടല്ലോ, അതിനാരാ സമാധാനം പറയുക? എനിക്കും നീതി കിട്ടണ്ടേ മായൻ്റി? വർഷ എന്നെ ഈ ഫോട്ടോ കാണിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, അപ്പു നിനക്ക് തന്ന ഗിഫ്റ്റാണ് ഈ വാച്ചെന്ന്. ഞാനും അപ്പുവിനെ പോലെ അന്ന് ഫോട്ടോ നോക്കി സ്തബ്ധമായി നിന്നു. ഞാനത് വർഷയെ അറിയിച്ചു. എന്നെ കൊല്ലാക്കൊല ചെയ്യാൻ നീ അയാൾക്ക് നൽകിയ സമ്മാനങ്ങളിൽ ഒന്ന് മാത്രമാകണം ആ വാച്ച്, അല്ലേ ദേവാ? സ്വന്തം അനിയനെപ്പോലെ കൂടെ നിന്ന് സ്നേഹിച്ചിട്ട് എന്തിനായിരുന്നു എന്നോട് ഈ കൊലച്ചതി ചെയ്തതെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് ഉത്തരം കിട്ടിയില്ല. അപ്പോഴാണ് ദൈവനിശ്ചയം എന്ന പോലെ മുത്തശ്ശി വീണ് കിടക്കുന്നു എന്ന് പറഞ്ഞ് നാട്ടിൽ നിന്ന് കോൾ വന്നത്. മുംബൈയിലെ ഞങ്ങളുടെ വീട്ടിൽ അടച്ചിട്ട മുറികൾ ഒന്നൊന്നായി തുറന്ന് വർഷ എന്തെങ്കിലും ഒരു തുമ്പിനു വേണ്ടി അലഞ്ഞു. നിരാശയായിരുന്നു ഫലം. പക്ഷെ മുത്തശ്ശിയെ കാണാൻ നാട്ടിലെത്തിയ ഞങ്ങളെ എതിരേറ്റത് ഞെട്ടിക്കുന്ന കുറച്ച് കഥകളായിരുന്നു. നിനക്ക് സവിതയോടുണ്ടായിരുന്ന ഭ്രാന്തമായ പ്രണയത്തിൻ്റെ കഥ,
പ്രിയ ജയദേവനെ നോക്കി പറഞ്ഞു. ആദിത്തും എല്ലാവരും കണ്ണുമിടിച്ചു നിന്നു. എടി കൊച്ചേ, അനാവശ്യം പറയരുത്. കയറി അങ്ങ് മുറത്തി കയറി കൊത്തുവാണല്ലോ. വായിൽ നാവുണ്ടെന്ന് വെച്ച് ആരെപ്പറ്റി എന്തനാവശ്യം വേണമെങ്കിലും പറയാമെന്ന് വിചാരിക്കരുത്. ജയശങ്കർ പ്രിയയുടെ നേരെ വിരൽ ചൂണ്ടി ആക്രോശിച്ചു. ജയദേവൻ മുഖം കുനിച്ച് നിന്നതേയുള്ളൂ. പ്രിയേച്ചി പറഞ്ഞത് സത്യമാണ്. ഒരിക്കൽ കുറച്ച് മാസികകൾ എടുക്കാൻ വേണ്ടി ചായ്പിൽ കയറിയതായിരുന്നു ഞാൻ. എനിക്ക് അവിടെ നിന്നും കുറച്ച് ബുക്സ് കിട്ടി. സവിതയുടെ ഡയറി കുറിപ്പുകളായിരുന്നു അത്. ജയദേവൻ്റെ മനസ്സിൽ സവിതയോട് മുട്ടിട്ട തീവ്രമായ പ്രണയവും എപ്പോഴും കൂടെ നടക്കുന്ന ആദിത് സാറോ പ്രിയേച്ചിയോ പോലും അറിയാതെ ചായ്പിലും കുളക്കരയിലും അവർ മനസ്സുകൊണ്ട് പ്രണയം പങ്കിട്ടതും ഒരിക്കൽ കവലയിൽ സവിതയെ നോക്കി വഷളം കമന്റ് പാസാക്കിയ ഒരാളെ ഇരുട്ടിൽ മറഞ്ഞു നിന്ന് ജയദേവൻ അടിച്ചു വീഴ്ത്തിയതുമൊക്കെ സവിത തീയതി സഹിതം കുറിച്ചിട്ടിട്ടുണ്ട്. വർഷ കയ്യിലിരുന്ന ബുക്ക് എല്ലാവരെയും ഉയർത്തി കാണിച്ചു. ജയദേവൻ സവിതയെ അത്രത്തോളം ഭ്രാന്തമായി സ്നേഹിച്ചിരുന്നത് അവളും ആസ്വദിച്ചിരുന്നു. പക്ഷെ അപ്പോഴും ജയദേവൻ എന്തിന് ആദിത് സാറിനോട് വിരോധം തോന്നണമെന്നത് എനിക്കും പ്രിയേച്ചിക്കും ഉത്തരം കിട്ടാത്ത ചോദ്യമായിരുന്നു. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും സവിതയുടെ മരണത്തിന് താനാണ് കാരണക്കാരനെന്ന് ആദിത് സാറ് പറയുന്നതുവരെ വർഷ ആദിത്യനെ നോക്കി പറഞ്ഞു. എല്ലാം കേട്ട് തരിച്ചു നിൽക്കുകയായിരുന്നു ആദിത്ത്. എന്താ മോനെ ഇവള് പറയുന്നേ? നമ്മുടെ സവിതയെ മോൻ എന്ത് ചെയ്തെന്നാ പറയുന്നേ? മുത്തശ്ശി അവൻ്റെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു. കൊന്നു. ഞാൻ പ്രാണനായി കൊണ്ടു നടന്ന എൻ്റെ പെണ്ണിനെ ഇവൻ നിഷ്കരുണം കൊന്നുകളഞ്ഞു. അതുവരെ മുഖം താഴ്ത്തി മിണ്ടാതെ നിന്ന ജയദേവൻ മുഖമുയർത്തി ആദിത്യനെ നോക്കി അലറി. അവൻ്റെ ഭാവമാറ്റം കണ്ട് എല്ലാവരും അവനെ പകച്ചു നോക്കി. നേരാണോ മോനെ? മുത്തശ്ശി കരഞ്ഞുകൊണ്ട് ആദിത്യൻ്റെ ചുമലിൽ പിടിച്ചു. അവനൊന്നും മിണ്ടാതെ മുഖം താഴ്ത്തി നിൽക്കുകയാണ്. അവൻ കരയുകയായിരുന്നു. അറിയാതെ പറ്റിയതാണ് മുത്തശ്ശി. ഒരു തമാശയ്ക്ക് വേണ്ടി, അവളെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി മാത്രം ചെയ്തതാ. അവൾക്ക് നീന്തൽ അറിയാമെന്ന ധൈര്യത്തിൽ ചെയ്തതാ. പക്ഷേ ആദിത്യ വിതുമ്പി. സവിത മരിച്ചില്ലേ? നിനക്കൊരബദ്ധം പറ്റിയെന്ന് പറഞ്ഞ് നീ സതിയാൻ്റിയോട് കുറ്റസമ്മതം നടത്തിയില്ലേ? അന്ന് ഞാനിതെല്ലാം മറഞ്ഞിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. എൻ്റെ പെണ്ണിൻ്റെ ജീവിതം വെച്ച് തമാശ കളിച്ചതാണ് നിനക്ക് പറ്റിയ അബദ്ധമെന്ന് മനസ്സിലാക്കി അന്ന് ഞാൻ തീരുമാനിച്ചതാ. ഞാൻ എന്തവസ്ഥയിലൂടെ കടന്നു പോകുന്നോ അതിൻ്റെ 100 ഇരട്ടി വേദന നിനക്ക് തരണമെന്ന്. കാശ് വാരിയെറിഞ്ഞ് എൻ്റെയും നിൻ്റെയും തന്തമാര് ചേർന്ന് അതൊരു നാച്ചുറൽ ഡെത്താക്കി മാറ്റി. അങ്ങനെ നിന്നെ രക്ഷപ്പെടുത്തി. ഒരു എളുപ്പമില്ലാതെ, ഒരു കുറ്റബോധവും ഇല്ലാതെ നീ മുന്നോട്ട് പോയി. എൻ്റെ സവിതയുടെ ശ്വാസം നിലച്ച ആ കുളത്തിൽ തന്നെ നിന്നെ കൊന്നു താത്തണമെന്ന് ഞാൻ വിചാരിച്ചതാ. പക്ഷേ അതിൽ പിന്നെ നീ ഒരിക്കൽ പോലും നാട്ടി വന്നിട്ടില്ല. അത് കഴിഞ്ഞാണ് നിന്റെ തന്തയുടെയും തള്ളയുടെയും മരണം. ഞാനത് മനസ്സുകൊണ്ട് സന്തോഷിച്ചു. നിന്റെ കണ്ണീര് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് ആശ്വാസം കിട്ടി. പക്ഷേ എനിക്ക് നിന്നെ മുഴുവനായിട്ടും തകർക്കണമെന്നായിരുന്നു. അതിനുവേണ്ടി നീ ഈ ലോകത്ത് ഏറ്റവും സ്നേഹിക്കുന്ന നിന്റെ പെങ്ങളുടെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു. നീണ്ട നാളത്തെ പരിശ്രമത്തിനൊടുവിൽ ഒരു വാടക കൊലയാളിയെ ഞാൻ കണ്ടുപിടിച്ചു. എ റിയൽ സൈക്കോ. ജയദേവൻ്റെ കണ്ണുകളിൽ പക ആളിക്കത്തി. ഞാൻ അയാളെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ സംസാരിച്ചു. കൊല്ലരുതെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു. കാരണം നിന്റെ പ്രിയേച്ചിയുടെ അവസ്ഥ കണ്ട് നീ ജീവിതകാലം മുഴുവൻ നീറി കഴിയണം. നമ്മൾ അളവറ്റ് സ്നേഹിക്കുന്നവർക്ക് എന്തെങ്കിലും ആപത്ത് പറ്റുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വേദനയുടെ ആഴമെന്തെന്ന് നീയും മനസ്സിലാക്കണം. പണത്തിന് പുറമെ അയാൾ എൻ്റെ കയ്യിൽ കിടന്ന വാച്ച് കൂടി ചോദിച്ചു. ഞാൻ സന്തോഷത്തോടെ അത് കൊടുത്തു. കൊടുത്ത പണി ഭംഗിയായി ചെയ്തു എന്ന് പറയാൻ ആ രാത്രി അയാൾ എന്നെ വിളിച്ചു. ഇട്ടിരുന്ന വസ്ത്രവും മുഖംമൂടിയും എല്ലാം മാറ്റി കുറച്ച് ദൂരം പോയിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ അയാൾക്ക് സമ്മാനിച്ച ലക്ഷങ്ങൾ വിലയുള്ള വാച്ച് കയ്യിലില്ല എന്ന് അയാൾ മനസ്സിലാക്കിയത്. നിന്റെ പ്രിയേച്ചിയുമൊത്ത് നടന്ന പിടിവലിയിൽ അവിടെ തന്നെ വീണുപോയതാകാമെന്ന് അയാൾ വിചാരിച്ചു. തിരിച്ച് ബോട്ട് ഹൗസിലേക്ക് ചെന്നപ്പോഴാണ് അവിടെ പ്രിയയുടെ ഫോണും കയ്യിൽ പിടിച്ച് നിൽക്കുന്ന ഒരു ഹതഭാഗ്യനെ കണ്ടത്. അത് പറഞ്ഞിട്ട് ജയദേവൻ വർഷയെ നോക്കി. എന്നിട്ട് ക്രൂരമായി ചിരിച്ചു. വർഷ ഓടിച്ചെന്ന് ജയദേവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ചു. അയാളാണോ എൻ്റെ ഏട്ടനെ ഉപദ്രവിച്ചത്? എൻ്റെ ഏട്ടൻ എന്താ സംഭവിച്ചേ? എൻ്റെ ഏട്ടൻ
ജീവനോടെ ഉണ്ടോ? വർഷ അവനെ പിടിച്ചു കുലുക്കി. അവൻ്റെ ഉത്തരത്തിനായി എല്ലാവരും ആകാംക്ഷയോടെ കാതു കൂർപ്പിച്ചു. തുടരും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.